نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد. സമാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പരമാവധി പാലിച്ച് കഴിയുന്നത്ര സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും വളരെ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മതയും നിയന്ത്രണവും പാലിക്കുന്ന യഥാർത്ഥ മുത്തക്കികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആസന്നമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങളും ചർച്ചകളും സംവാദങ്ങളും പ്രചരണങ്ങളുമൊക്കെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ഈ ഒരു സാഹചര്യത്തിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ വളരെയധികം സൂക്ഷിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നമുക്കൊക്കെ ഒരു രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തെ അംഗീകരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ശബ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാകാം ഒരുപക്ഷെ നാം ഓരോരുത്തരും. പക്ഷേ ഈ മേഖലയിലുള്ള നമ്മുടെ പ്രവർത്തനം ഒരു വിശ്വാസി എന്ന നിലയിലുള്ള നമ്മുടെ സംസ്കാരത്തിന് യോജിച്ച രൂപത്തിലായിരിക്കണമെന്ന കാര്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധ ബുദ്ധി ഉണ്ടായിരിക്കണം. ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളുമൊക്കെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ
പലതരത്തിലുള്ള വാർത്തകളും പ്രചരിപ്പിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. അത് ചിലപ്പോൾ സത്യമാകാം, അല്ലെങ്കിൽ അർദ്ധസത്യമാകാം, അല്ലെങ്കിൽ അസത്യമാകാം. ഈ വാർത്തകളുടെ നിജസ്ഥിതി എന്താണ് എന്ന് അറിയാതെ അത് പ്രചരിപ്പിക്കുന്ന ഒരു രീതി ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചുകൂടാ. ഈ അടുത്ത കാലത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വിവാദമായി മാറിയ ഒരു കാര്യമാണ് കേരളത്തിലെ പ്രമുഖ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചുകൊണ്ട് അപകീർത്തികരമായ ഒരു സംസാരവും അതുപോലെ തന്നെ അപകീർത്തികരമായ രൂപത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട എഴുത്തുകളുമൊക്കെ നമ്മുടെ ഈ സമൂഹത്തിൽ ഏറെ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെത് എന്ന് തോന്നിപ്പിക്കുന്ന ചില ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെത് എന്ന് തോന്നിപ്പിക്കുന്ന അവ്യക്തമായ ചില വീഡിയോകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് വലിയ വിവാദമായി തീർന്ന ഒരു വാർത്ത ഈ അടുത്ത കാലത്തുണ്ടായതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തോടോ അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ഒക്കെ വിരോധമുള്ള ആളുകളൊക്കെ അറിയാതെ ചിലപ്പോൾ അതൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടാകും. അപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത്തരത്തിലുള്ള അസത്യങ്ങളും അർദ്ധസത്യങ്ങളും ഒക്കെ കുത്തി നിറച്ചിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കാനുള്ള സാധ്യതകൾ ഏറെ നിലനിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ ഒരു വിശ്വാസിയുടെ സംസ്കാരം, ഒരു വിശ്വാസിയുടെ മാന്യത അത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. അല്ലയോ സത്യവിശ്വാസികളെ, ഒരു ഫാസിക്കായ, ഒരു ദുർനടപടിക്കാരനായ ഒരു മനുഷ്യൻ വല്ല വാർത്തയുമായി നിങ്ങളെ സമീപിക്കുകയാണ് എങ്കിൽ അതിൻ്റെ സത്യാവസ്ഥയെ സംബന്ധിച്ച് നിങ്ങൾ അന്വേഷിച്ചറിയണം. അല്ലെങ്കിൽ നിങ്ങളുടെ അറിവില്ലായ്മ നിമിത്തം മറ്റുള്ള ആളുകൾക്ക് പലവിധത്തിലുള്ള പ്രയാസങ്ങളും അത് മുഖേന ഉണ്ടായിത്തീരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് അന്വേഷിക്കുക. രണ്ടാമതായി കൊണ്ട് ഖുർആൻ പറഞ്ഞു ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. നിങ്ങൾ ചെയ്തു പോയ ആ കാര്യത്തെ സംബന്ധിച്ച് പിന്നീട് നിങ്ങൾക്ക് ഒരു ഖേദം തോന്നിയേക്കാം, ഒരു കുറ്റബോധം നിങ്ങളിൽ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള ഒരു ഖേദവും ഒരു കുറ്റബോധവും നിങ്ങളിൽ ഇല്ലാതിരിക്കാൻ, നിങ്ങളുടെ അറിവില്ലായ്മ നിമിത്തം മറ്റൊരാൾക്ക് പലവിധത്തിലുള്ള പ്രയാസങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഇത്തരമൊരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് എങ്കിൽ അതിന്റെ സത്യാവസ്ഥയെ സംബന്ധിച്ച് നിങ്ങൾ അന്വേഷിച്ചറിയണമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അവർ വിശ്വാസി ഈ കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിലെ 36-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു വചനം എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ പാഠമാകേണ്ടതുണ്ട്. അള്ളാഹു അവിടെ പറയാണ് വലാ തഖുഫ് മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിനക്ക് വ്യക്തമായി അറിവില്ലാത്ത ഒന്നിന്റെയും പിന്നാലെ നീ പോകരുത്, അതിന് നീ ശ്രമിക്കരുത്. കാരണം നിന്റെ കേൾവിയും നിന്റെ കാഴ്ചയും നിന്റെ ചിന്താശേഷിയെയും പറ്റി അള്ളാഹു നിന്റെ അടുക്കൽ ചോദ്യം ചെയ്യുമെന്ന യാഥാർത്ഥ്യം നീ തിരിച്ചറിയണമെന്നാണ് 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 36-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ നമുക്കൊക്കെ രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണ്. ഈ രാഷ്ട്രീയ ബോധമുള്ള ഒരു വിശ്വാസി എന്ന നിലയിൽ അർദ്ധസത്യങ്ങളും അസത്യങ്ങളും ഒക്കെ കുത്തി നിറക്കപ്പെട്ട ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരിക്കലും ഭാഗമാക്കാകാൻ പാടില്ല എന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടുകൂടി മനസ്സിരുത്തേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സംസാരം, നമ്മുടെയൊക്കെ വാക്കുകൾ അത് വളരെയധികം സൂക്ഷ്മതയോടുകൂടിയായിരിക്കണം, വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ വാക്കുകളും ഓരോ സംസാരങ്ങളും. കാരണം നമ്മുടെ ഈ നാവ് എന്ന് പറയുന്ന ഈ ഒരു അവയവം എന്നെയും നിങ്ങളെയും ഒക്കെ നരകത്തിലെത്തിക്കാൻ നിമിത്തമായി തീരുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ചോദിക്കപ്പെട്ടൊരു ചോദ്യം ഇതാണ്: അള്ളാഹുവിന്റെ പ്രവാചകരെ, മനുഷ്യരിൽ മഹാഭൂരിഭാഗം ആളുകളെയും സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, 2 കാര്യങ്ങളാണ് മനുഷ്യരിൽ അധികം ആളുകളെയും സ്വർഗത്തിലേക്ക് എത്തിക്കാൻ നിമിത്തമായി തീരാം. അത് ഒന്നാമത്തേത് തഖ്വല്ലാഹ്. ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ മനുഷ്യന്റെ മനസ്സിൽ ആ മനുഷ്യൻ കാത്തു സൂക്ഷിക്കുന്ന അയാളുടെ ഭയഭക്തിയാണ്, തഖ്വയാണ്. രണ്ടാമത്തേത് വഹുസ്നുൽ ഖുലുഖ്, നല്ല സ്വഭാവമാണ്. ഈ 2 കാര്യങ്ങളുമാണ് അധികം ആളുകളെയും സ്വർഗത്തിലേക്ക് എത്തിക്കാൻ നിമിത്തമായി തീരുന്ന കാര്യങ്ങളെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. അപ്പൊ തന്നെ ചോദിക്കപ്പെട്ടു, അധികം ആളുകളെയും നരകത്തിലേക്ക് എത്തിക്കാനുള്ള കാരണം എന്താണ്? അതിന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് അൽ ഫമു വൽ ഫർജു. ഒന്ന് മനുഷ്യന്റെ നാവും, രണ്ടാമത്തേത് അവന്റെ ലൈംഗിക അവയവുമാണ് എന്നാണ്. ഈ 2 കാര്യങ്ങളാണ് മനുഷ്യരിൽ അധികം ആളുകളെയും നരകത്തിലേക്ക് എത്തിക്കാൻ നിമിത്തമായി തീരുന്നത് എന്ന ആ ചോദ്യത്തിന് മറുപടിയായിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സംസാരം വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം, സൂക്ഷ്മതയോടുകൂടി ആയിരിക്കണം. നമ്മുടെ സംസാരം സൂക്ഷ്മതയോടെയാണ് എങ്കിൽ, വളരെ ശ്രദ്ധയോടുകൂടിയാണ് എങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് നിങ്ങളുടെ സ്വർഗത്തെക്കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് ഉറപ്പുവരാൻ പറ്റുമെന്നാണ്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും തന്റെ നാവും അതുപോലെ തന്നെ തന്റെ ലൈംഗിക അവയവവും അവിഹിതമായ മാർഗത്തിൽ ഉപയോഗിക്കുകയില്ല എന്ന് ആരെങ്കിലും എനിക്ക് ഉറപ്പ് നൽകുകയാണ് എങ്കിൽ അവന്റെ കാര്യത്തിൽ സ്വർഗത്തെക്കുറിച്ച് എനിക്ക് ഉറപ്പുവരാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മുടെ നരകവും നമ്മുടെ സ്വർഗവും ഒക്കെ തീരുമാനിക്കുന്നതിൽ നമ്മുടെ ഈ നാവിന് വലിയ പങ്കുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ സ്വർഗത്തെ നമുക്ക് നഷ്ടപ്പെടുത്തി കളയുന്ന, അല്ലെങ്കിൽ നമ്മുടെ നരകത്തിലേക്ക് നമ്മളെ വലിച്ചഴച്ച് കൊണ്ടുപോകുന്ന സംസാരങ്ങളിൽ വ്യാപൃതരാകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. വളരെ മാന്യമായ രൂപത്തിലായിരിക്കണം നമ്മുടെ ഓരോ സംസാരവും. നേരായ വാക്കുകൾ മാത്രമായിരിക്കണം ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങൾ അള്ളാഹു നമുക്ക് മുമ്പിൽ നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ അധ്യാപനങ്ങളൊക്കെയും നിങ്ങളുടെ സംസാരം നന്നാവണം, ജനങ്ങളോട് നിങ്ങൾ മാന്യമായി സംസാരിക്കണം. ഈ നിയമങ്ങളൊക്കെ അള്ളാഹു പ്രതിപാദിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായും നാം പുലർത്തേണ്ട ചില കാര്യങ്ങളുമായി കൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അള്ളാഹു നമുക്ക് മുമ്പിൽ പഠിപ്പിക്കുന്നത്. അതിലൊന്നാമത്തേത് പരിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വഖൂലു ഖൗലൻ സദീദൻ, നിങ്ങൾ പറയുന്ന വാക്കുകൾ നേരായ വാക്കുകളായിരിക്കണം, ചൊവ്വായ വർത്തമാനങ്ങളായിരിക്കണം നിങ്ങളിൽ നിന്നുണ്ടായിത്തീരേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിരുന്നതായി കാണാൻ സാധിക്കും. അവിടെ ഈ നേരായ വാക്ക് അല്ലെങ്കിൽ ചൊവ്വായ വാക്ക് എന്നതുകൊണ്ട് എന്താണ് വിവക്ഷിക്കപ്പെടുന്നത് എന്ന് മുഫസ്സിറുകളായിട്ടുള്ള ആളുകൾ തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഖൗലുഹു തആല വഖൂലു ലിന്നാസി ഹസ്ന, നിങ്ങൾ ജനങ്ങളോട് നേരായ വാക്കുകൾ പറയണം എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് സത്യമായിരിക്കണം നിങ്ങൾ പറയേണ്ടത് എന്നുള്ളതാണ്. നീതിക്ക് നിരക്കുന്നതായിരിക്കണം നിങ്ങൾ പറയേണ്ടത് എന്നാണ്. മുഫസ്സിറുകളെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അതിനെ വിവക്ഷയായിക്കൊണ്ട് അങ്ങനെ രേഖപ്പെടുത്തി. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം, അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നീതിക്ക് നിരക്കുന്നതായിരിക്കണം. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കുക, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന ഏറ്റവും ഗൗരവമേറിയ ഒരു അധ്യാപനത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ നേരായ വാക്കുകളാണ് സംസാരിക്കേണ്ടത് എന്ന ആ അധ്യാപനം അള്ളാഹു നമുക്ക് പകർന്നു നൽകുന്നത്. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 83-ാമത്തെ ആയത്തുണ്ട്. ആ ആയത്ത് ഇപ്രകാരമാണ്: വഇദ അഖദ്നാ മീസാഖ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിൽ നിന്ന് അള്ളാഹു ഉറപ്പുള്ള ഒരു കരാർ വാങ്ങിയ സന്ദർഭം. ഒരു കരാർ അവരോട് വാങ്ങി. എന്തൊക്കെ കരാർ അവരോട് അള്ളാഹു വാങ്ങിയത്? അല്ലാ തഅബുദു ഇല്ലല്ലാഹ്. വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാനൻ, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ മാന്യമായി വർത്തിക്കണം. വദിൽ ഖുർബ, നിങ്ങളുടെ അടുത്ത ബന്ധുക്കളോടും, വൽ യതാമ, അനാഥകളോടും, വൽ മസാക്കീനി, അഗതികളോടും, ഇവരോടൊക്കെ നിങ്ങൾ മാന്യമായ രൂപത്തിലാണ് വർത്തിക്കേണ്ടത്. അപ്പൊ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം,
മാതാപിതാക്കളോട് നിങ്ങൾ നന്മയിൽ വർത്തിക്കണം. അടുത്ത ബന്ധുക്കളോടും അനാഥകളോടും അഗതികളോടും നിങ്ങൾ ഏറ്റവും മാന്യമായ രൂപത്തിൽ വർത്തിക്കണമെന്ന അധ്യാപനത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് അള്ളാഹ് പഠിപ്പിക്കുന്നത് വഖൂലൂ ലിന്നാഹി ഹുസ്നൻ. നിങ്ങൾ ജനങ്ങളോട് മാന്യമായി സംസാരിക്കണം. നിങ്ങൾ ജനങ്ങളോട് മാന്യമായി സംസാരിക്കണം. എന്താണ് ജനങ്ങളോട് മാന്യമായി സംസാരിക്കുക എന്നതിന്റെ വിവക്ഷ? കല്ലിമൂഹും ത്വയ്യിബൻ, വളരെ നല്ല രൂപത്തിൽ നിങ്ങൾ അവരോട് സംസാരിക്കണം. വലയ്യിനൂ ലഹും, സംസാരത്തിൽ ഒരു സൗമ്യത നിങ്ങൾ പ്രകടിപ്പിക്കണം. ഒരു വിശദീകരണം ആ രൂപത്തിലാണ്. മറ്റൊരു തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കും യഅ്മുറു ബിൽ മഅറൂഫി വയൻഹാ അനിൽ മുൻകർ. നിങ്ങൾ ജനങ്ങളോട് മാന്യമായി സംസാരിക്കണം എന്ന് പറഞ്ഞാൽ നന്മ കൽപ്പിക്കണം, അതുപോലെ തന്നെ തിന്മകളെ നിങ്ങൾ വിരോധിക്കണം. അതുപോലെ തന്നെ വയഹ്ലുമു, വളരെ വിവേകത്തോടു കൂടി നിങ്ങൾ സംസാരിക്കണം. വയഅഫു, നിങ്ങൾ വിട്ടുവീഴ്ചയോടുകൂടി സംസാരിക്കണം. വയസ്ഫഹു, നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ വിശാലത പുലർത്തണം. അപ്പൊ സഹിഷ്ണുതയില്ലാതെ വളരെ വിശാല മനസ്കതയോടുകൂടി വളരെ സൗമ്യമായി കൊണ്ടായിരിക്കണം, വളരെ വിവേകത്തോടു കൂടിയായിരിക്കണം നിങ്ങൾ സംസാരിക്കേണ്ടത് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ അവരുടെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ സംസാരം അത് വളരെ മാന്യമായിരിക്കണം, അത് നീതിക്ക് നിരക്കുന്നതായിരിക്കണം, സത്യസന്ധമായിരിക്കണം. മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ അപകീർത്തിപ്പെടുത്തുന്നതോ അയാളുടെ അഭിമാനത്തെ മുറിപ്പെടുത്തുന്നതോ ആയ സംസാരങ്ങൾ ഒന്നും തന്നെ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സംസാരത്തിൽ നമ്മൾ പുലർത്തേണ്ട സൂക്ഷ്മതയെ സംബന്ധിച്ച് വന്നിട്ടുള്ള ചില പഠനങ്ങളുണ്ട്. സംസാരത്തിൽ നമ്മൾ പുലർത്തേണ്ട ചില സൂക്ഷ്മതകൾ. തഖ്വ എന്താണ് സംസാരത്തിലെ തഖ്വ? അത് വിഖായത്തുൽ ലിസാനി മിനൽ മുഹറമാത്ത്, നമ്മുടെ നാവിനെ നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നമ്മൾ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ്. നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക. എന്തിൽ നിന്ന്? നിഷിദ്ധമാക്കപ്പെട്ട സംസാരങ്ങളെ തൊട്ട് നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക. അതാണ് സംസാരത്തിലുള്ള തഖ്വ. അതുപോലെ തന്നെ വല്ലഹ്വി, അനർത്ഥമായ കാര്യങ്ങൾ സംസാരിക്കാം, അതിൽ നിന്ന് വിട്ടുനിൽക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഉദ്ദേശ ശുദ്ധിയെ സത്യപ്പെടുത്തുന്ന രൂപത്തിലുള്ളതായിരിക്കണം നമ്മുടെ സംസാരം. അത് സംസാരത്തിൽ പുലർത്തേണ്ട സൂക്ഷ്മതയുടെ ഭാഗമാണ്. നമ്മുടെ ഉദ്ദേശ ശുദ്ധിയുടെ സത്യസന്ധത ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കണം സംസാരം. കസ്റത്തു ദിക്രി, അള്ളാഹുവിനെ കുറിച്ച് ധാരാളം ഓർക്കണം. വതജന്നുബിൽ ഗീബ വന്നമീമ വൽകദിബ്, കളവ്, ഏഷണി, പരദൂഷണം പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സംസാരത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം. ഇത് നമ്മുടെ സംസാരത്തിന്റെ സൂക്ഷ്മതയുടെ ഭാഗമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ, ഈ കളവും ഏഷണിയും അതുപോലെ തന്നെ പരദൂഷണവും ഒക്കെ വളരെയധികം കടന്നു വരാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൂടെ നമ്മളെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള സംസാരങ്ങളെ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാവും. ഒരു വിശ്വാസിയുടെ മാന്യതക്ക് നിരക്കാത്ത, ഒരു വിശ്വാസിയുടെ സംസ്കാരത്തിന് നിരക്കാത്ത ഒരു വർത്തമാനവും നമ്മുടെ നാവിലൂടെ ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മളെ നരകത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ ഈ നാവ് നിമിത്തമായി തീരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു വിശ്വാസിയുടെ മാന്യതയും ഒരു സംസ്കാരവും ഒക്കെ പഠിപ്പിക്കുന്നു. ഒരു വിശ്വാസി ആരായിരിക്കണം, ഒരു വിശ്വാസി ആരാകരുത് എന്നൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ അടയാളമായിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചെന്താ? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, തന്റെ നാവിൽ നിന്നും തന്റെ കൈ കൊണ്ടുമുള്ള ഉപദ്രവങ്ങളിൽ നിന്നും മറ്റുള്ള ആളുകൾ രക്ഷപ്പെടുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിമായി മാറുന്നത് എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അധ്യാപനം. ഒരു വിശ്വാസി ആരായിക്കൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. ലൈസൽ മുഅ്മിനു ബിത്തആൻ, ഒരിക്കലും ഒരു വിശ്വാസി കുത്തുവാക്ക് പറയുന്നവനാകരുത്. കുത്തുവാക്ക് പറഞ്ഞ് സംസാരിക്കുക, അതൊരു വിശ്വാസിയുടെ മാന്യതയ്ക്ക് ചേർന്നതല്ല. വലൽ ലആനി, ശാപവാക്കുകൾ പറയുക എന്നത്. വലൽ ഫാഹിഷി, അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുക എന്ന് പറയുന്നത്. അസഭ്യങ്ങൾ പറയുക എന്നത്. വലൽ ബദീയി, അശ്ലീല ചുവയുള്ള സംസാരങ്ങൾ നടത്തുക എന്ന് പറയുന്നത്. അപ്പൊ അശ്ലീല ചുവയോടുകൂടി സംസാരിക്കുക, അസഭ്യം പറയുക, ശാപവാക്കുകൾ പറയുക,
കുത്തുവാക്കുകൾ പറയുക, ഇവയൊന്നും ഒരു വിശ്വാസിയുടെ മാന്യതക്ക് ചേർന്നതല്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നതായി കാണാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ, ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലേക്ക് വന്നു പോകുന്നതിന് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ ഒരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുണ്ട്. ആ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കാൻ പാടില്ല. അത് ലംഘിക്കുന്നുണ്ടോ, അത് പാലിക്കുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക നിരീക്ഷകന്മാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ കാണാൻ സാധിക്കും, ഒരു പ്രത്യേക വാഹനത്തിൽ ക്യാമറയൊക്കെ ഘടിപ്പിച്ച് അവർ നമ്മുടെ നാടുകളിലൂടെ ഒക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ്? ആളുകൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള സംസാരം ഉണ്ടാകുന്നുണ്ടോ? അതുപോലെ തന്നെ വർഗീയത സൃഷ്ടിക്കുന്ന സംസാരങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന സംസാരങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നിരീക്ഷകന്മാരായ ആളുകൾ നമ്മുടെ നാട്ടിലൂടെ മുഴുവൻ റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വിശ്വാസി സദാസമയവും അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ പറ്റി നമ്മൾ ആരും വിസ്മരിച്ചുകൂടാ. അള്ളാഹ് ഖുർആനിലൂടെ പറയുന്നത്, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ മേലൊരു നിരീക്ഷകനാണ്. അള്ളാഹു നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നാം പറയുന്നതും നാം പ്രവർത്തിക്കുന്നതും നാം മനസ്സിൽ വിചാരിക്കുന്നതായ കാര്യങ്ങളെ സംബന്ധിച്ച് പോലും അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഞാൻ ആമുഖമായി കൊണ്ട് നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത് പരിശുദ്ധ ഖുർആൻ സൂറ 50-ാം അധ്യായം സൂറത്തു ഖാഫിലെ വചനങ്ങളാണ് ഞാൻ ആമുഖമായി കൊണ്ട് നിങ്ങളെ ഓതിക്കേൽപ്പിച്ചത്. 17-ാമത്തെയും 16-ാമത്തെയും 17-ാമത്തെയും 18-ാമത്തെയും വചനങ്ങൾ. ഇത് വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ നമ്മൾ ബോധ്യം വരുത്തേണ്ട കാര്യമാണ്. നമ്മളത് ഉറപ്പിക്കണം. ഈ ഒരു ബോധ്യം എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ സദാസമയം ഉണ്ടാകണം, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകണം. എന്താണ് ഈ വചനങ്ങളിലൂടെ പടച്ചോൻ നമ്മളെ പഠിപ്പിക്കുന്നത്? വലഖദ് ഖലഖ്നൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യനെ സൃഷ്ടിച്ചത് നാം ആകുന്നു. വനഅലമു, നാം അറിയുന്നുണ്ട്. മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ മനസ്സ് അവനോട് എന്താണോ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ കണ്ടനാടിയേക്കാൾ ഞാൻ അവനോട് സമീപസ്ഥനാണ്. അള്ളാഹു നമ്മുടെ ഈ കണ്ടനാടിയേക്കാൾ നമ്മുടെ അടുത്തുണ്ടെന്ന് അള്ളാഹ് ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. അവനെ നാമാണ് സൃഷ്ടിച്ചത്, അവന്റെ മനസ്സിലുള്ള വിചാരങ്ങളെ പോലും നാം അറിയുന്നുണ്ട്. അവന്റെ ജീവനാടിയേക്കാൾ ഞാൻ അവനോട് സമീപസ്ഥനാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, പടച്ചവൻ ഒരു നിരീക്ഷണ സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിരീക്ഷണ സംവിധാനത്തിന്റെ പരിധിയിലാണ് ഞാനും നിങ്ങളും ഓരോരുത്തരും. അള്ളാഹ് അവിടെ പറയുന്നുണ്ട്, ഇത് യതലഖൽ മുതലഖിയാനി, ഏറ്റെടുക്കുന്ന രണ്ടാളുകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭം. അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ്, വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി ഇരുന്നു കൊണ്ട് ഏറ്റെടുക്കുന്ന രണ്ടാളുകൾ ഏറ്റെടുക്കുന്ന സന്ദർഭം. മാ യൽഫിദു മിൻ ഖൗലിൻ, നിങ്ങൾക്കൊരു വാക്ക് പോലും ഉച്ചരിക്കാൻ കഴിയില്ല. ഇല്ലാ ലദൈഹി, അവന്റെ അടുക്കൽ ഉണ്ടായിക്കൊണ്ടല്ലാതെ. റഖീബുൻ അതീദുൻ, തയ്യാറായി നിൽക്കുന്ന ഒരു നിരീക്ഷകൻ അവന്റെ സമീപത്തുണ്ടായിക്കൊണ്ടല്ലാതെ ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ അവന് കഴിയില്ല. അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്ന നിരീക്ഷണ സംവിധാനത്തെ സംബന്ധിച്ചിട്ട് അള്ളാഹ് പറയാണ്, നമ്മൾ പറയുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും ഒക്കെ കൃത്യമായി രേഖപ്പെടുത്താനുള്ള ഒരു നിരീക്ഷണ സംവിധാനം അള്ളാഹു ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു ഖാഫിലെ 16 മുതൽ 18 വരെയുള്ള വചനങ്ങളിലൂടെ അള്ളാഹു എനിക്കും നിങ്ങൾക്കൊക്കെ പഠിപ്പിച്ചു തരാം. സൂറ ഫാത്തിറിന്റെ 10 മുതൽ 12 വരെയുള്ള വചനങ്ങളിൽ ഈ ഒരു അധ്യാപനം മറ്റൊരു രൂപത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. വഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങളുടെ മേൽ ചില സൂക്ഷിപ്പുകാരുണ്ട്, ചില നിരീക്ഷകരുണ്ട്. ആരാണവർ? കിറാമൻ കാതിബീൻ, മാന്യന്മാരായ എഴുത്തുകാരാകുന്നു അവർ. നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ പറയുന്നതുമൊക്കെ വള്ളി പുള്ളി വിട്ടുപോകാതെ രേഖപ്പെടുത്താൻ വേണ്ടി അള്ളാഹു മലക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. കിറാമൻ കാതിബീൻ, മാന്യന്മാരായ ചില എഴുത്തുകാരാണവർ, മലക്കുകളാണ്. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർ അറിയുന്നു, അവരത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതാ പറഞ്ഞ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, തയ്യാറായി നിൽക്കുന്ന ഒരു നിരീക്ഷകൻ അവന്റെ അടുത്തുണ്ടായിക്കൊണ്ടല്ലാതെ. അവർ പറയുന്നത് എന്താണോ അത് നിരീക്ഷിക്കാനും അത് രേഖപ്പെടുത്താനും തയ്യാറായി നിൽക്കുന്ന മലക്കുകൾ അവന്റെ അടുക്കൽ ഉണ്ടായിക്കൊണ്ടല്ലാതെ
അവൻ ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ കഴിയില്ല എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ എന്നെ നിങ്ങളൊക്കെ പഠിപ്പിക്കും. ഈ ഒരു ബോധ്യമായിരിക്കണം ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എന്നെയും നിങ്ങളെയും മുന്നോട്ട് നയിക്കേണ്ടത്. ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഈ ഒരു ബോധ്യം എന്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ടാകണം. ഞാൻ ഈ പറയുന്ന കാര്യം അത് അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്താനുള്ള സംവിധാനം അള്ളാഹ് ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഞാൻ ഈ പറയുന്ന കാര്യം സത്യത്തിന് നിരക്കാത്തതാണ് എങ്കിൽ, നീതിക്ക് നിരക്കാത്തതാണ് എങ്കിൽ അത് എന്നെ ദോഷകരമായി ബാധിക്കുമല്ലോ എന്ന ഒരു ചിന്ത എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങളും അതിന്റെ സംവാദങ്ങളും ഒക്കെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഈ കാര്യം നമ്മൾ ഓരോരുത്തരും വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്, വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക. ഈ നാവ് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കാൻ നിമിത്തമായി തീരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത്, നമുക്ക് കൃത്യമായി അറിവില്ലാത്ത ഒരു കാര്യത്തിന്റെയും പിന്നാലെ നമ്മൾ പോകാതിരിക്കുക. അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ നമ്മൾ ഭാഗവാക്കാകാതിരിക്കുക. ഈ ഒരു സന്ദർഭത്തിൽ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ ഓരോരുത്തരും വളരെയധികം ശ്രദ്ധ വെച്ച് പുലർത്തേണ്ട, സൂക്ഷിക്കേണ്ട ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുക. അത്തരത്തിലുള്ള ആളുകളുടെ ഗണത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.